Dear students, welcome back. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആശയങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കൺസെപ്റ്റുകളാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലേ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റുകളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ അതിന്റെ പുറമെ തന്നെ ആ ചാപ്റ്ററിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ അല്ല, അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പോൾ ഈ തേർഡ് ചാപ്റ്ററിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇനി പ്രോബ്ലംസിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായാലേ നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തേർഡ് ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് നടക്കുന്ന ഇടപാടുകളെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഡബിൾ എൻട്രി കൺസെപ്റ്റ് പ്രകാരമാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡബിൾ എൻട്രി കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. ഒരു ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ നമ്മളൊരു ട്രാൻസാക്ഷൻ ബിസിനസ് നടക്കുന്ന ഓരോ പണമിടപാടുകളുമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ അതിനൊരു കൃത്യമായ രീതിയുണ്ട്. അത് നമ്മുടെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നോക്കിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷന്റെ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റിന്റെ പ്രാഥമികമായ ജോലി. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ജേണൽ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഡെബിറ്റ് എങ്ങനെയാണ് ക്രെഡിറ്റ് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പൊ നമ്മൾ അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ട്സ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ഓരോ അക്കൗണ്ടുകളായിട്ടാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാ അക്കൗണ്ടുകളെയും നമുക്ക് മെയിൻ ആയിട്ട് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഈ 4 എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി, എന്താണ് എക്സ്പെൻസ്, എന്താണ് ഇൻകം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ് എന്താണ് അസറ്റ് എന്നുള്ളത്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് സ്വന്തമായിട്ടുള്ള സ്വത്തുക്കളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വാല്യൂ ഉള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ള റെഡി ക്യാഷ് അസറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള വെഹിക്കിൾസ്, വാഹനങ്ങൾ നമ്മുടെ അസറ്റ് ആണ്. നമുക്കൊരു കാർ ഉണ്ടെങ്കിൽ നമ്മുടെ അസറ്റ് ആണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് നമ്മുടെ അസറ്റ് ആണ്. ലാൻഡ്, ഭൂമി നമ്മുടെ അസറ്റ് ആണ്. അതേപോലെ തന്നെ മെഷീനറീസ്, പ്ലാന്റ്, ഇങ്ങനെ തുടങ്ങി നമുക്ക് സ്വന്തമായിട്ടുള്ള സ്വത്തുക്കളെല്ലാം നമ്മുടെ അസറ്റുകളാണ്. അപ്പോൾ ഈ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്നത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന 2 അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പൊ അതിന് കൃത്യമായിട്ട് നമുക്ക് ഈ അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ഇത് 4 കാറ്റഗറി ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അസറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് സ്വന്തമായിട്ടുള്ള സ്വത്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസിലൂടെ പോകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ദെൻ ലയബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ് കൊടുത്തു വീട്ടാനുള്ള ബാധ്യതകളെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കടത്തിന് നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടാവും. അങ്ങനെ പൈസ കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ക്രെഡിറ്റേഴ്സ് നമ്മുടെ ഒരു ലയബിലിറ്റിയാണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ ഓണർ നമ്മുടെ ബിസിനസിന്റെ ഭാഗമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണർ ബിസിനസ്സിലേക്ക് മുടക്കുന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഓണർ ബിസിനസ്സിലേക്ക് മുടക്കുന്ന പൈസയെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. ഈ ക്യാപിറ്റൽ നമ്മളുടെ ഒരു ബാധ്യതയാണ്. അതേപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോൺ നമ്മൾ ബാങ്കിലേക്ക് തിരിച്ചടക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. അതൊരു ലയബിലിറ്റിയാണ്. മനസ്സിലാണല്ലോ. അപ്പൊ ഇങ്ങനെ തുടങ്ങി നമ്മൾ ബിസിനസിന്റെ പുറമെയുള്ള ആളുകൾക്ക് കൊടുത്തു വീട്ടാനുള്ള പണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ലയബിലിറ്റി എന്താണ്, അസറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇതിന്റെ ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട്. അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അസറ്റ്, എന്തൊക്കെയാണ് ലയബിലിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതിനുശേഷം വരുന്നതാണ് എക്സ്പെൻസ്. എന്താണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ
പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ടാവും. ഈ ചെലവുകളെയാണ് നമ്മൾ പൊതുവെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജീവനക്കാർക്ക് സാലറി കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ സാലറി നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കമ്മീഷൻ കൊടുക്കേണ്ടി വരും. കമ്മീഷൻ നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കറണ്ട് ബിൽ അടക്കേണ്ടി വരും. ഇലക്ട്രിസിറ്റി ചാർജ് നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്. ഫോൺ ചാർജ് നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ്. ഇങ്ങനെ തുടങ്ങി ബിസിനസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവുകളെയും നമ്മൾ എക്സ്പെൻസ് എന്നാണ് പറയാം. ഒട്ടുമിക്ക എക്സ്പെൻസുകൾക്ക് കൃത്യമായിട്ട് പേരുകളുണ്ട്. അപ്പൊ അതന്നെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ എഴുതുന്നത്. അല്ലാതെ എക്സ്പെൻസ് നേരിട്ട് എഴുതല്ല ചെയ്യാം. സാലറി കൊടുക്കുമ്പോൾ നമ്മൾ സാലറി എന്നാണ് റെക്കോർഡ് ചെയ്യുക. അത് എക്സ്പെൻസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലാണല്ലോ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ റെന്റ് കൊടുത്തു, സ്ഥാപനം വാടകയ്ക്കാണെങ്കിൽ റെന്റ് കൊടുത്തു, റെന്റ് ഒരു എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജീവനക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വെഹിക്കിളിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് നമ്മുടെ എക്സ്പെൻസ് ആണ്. ഇങ്ങനെ തുടങ്ങി നമ്മളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവുകളെയുമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെൻസ്. സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വരുന്നതാണ്, ക്യാഷ് പോകുന്നതാണ് എക്സ്പെൻസ്. ക്യാഷ് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. ഇൻകത്തിന് കുറച്ച് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമ്മൾ സെയിൽസ്, നമ്മൾ സാധനങ്ങൾ വിൽക്കില്ല, അപ്പൊ നമുക്ക് പണം കിട്ടും. സെയിൽസ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഇൻകം ആണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ ആർക്കെങ്കിലും വാടക കൊടുത്താൽ അതിന്റെ മുകളിൽ നമുക്ക് റെന്റ് കിട്ടും. ഈ റെന്റ് നമ്മളുടെ ഒരു ഇൻകം ആണ്. അതേപോലെ തന്നെ നമുക്ക് മറ്റ് നമ്മുടെ ഡീലേഴ്സുമായി നമ്മൾ എന്തെങ്കിലും കരാറിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ആ കിട്ടുന്ന കമ്മീഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇൻകം ആണ്. അപ്പൊ കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ പെയ്ഡ്, അല്ലെങ്കിൽ കമ്മീഷൻ അലൗഡ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. കമ്മീഷൻ റിസീവ്ഡ് ആണെങ്കിൽ ഇങ്ങോട്ട് കിട്ടി എന്നാണ് അർത്ഥം അല്ലെ. കമ്മീഷൻ റിസീവ്ഡ് ഇൻകം ആണ്. കമ്മീഷൻ അലൗഡ് ആണ്, അങ്ങോട്ട് കൊടുത്തതാണെങ്കിൽ എന്താണ്? എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ ഡിസ്കൗണ്ടിന്റെ കേസിലും വരാറുണ്ട്. ഡിസ്കൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തതാണെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇങ്ങോട്ട് കിട്ടിയ ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് എന്താണ്? ഇൻകം ആണ്. അപ്പൊ ഈ 4 സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഇത് കൃത്യമായിട്ട് അറിഞ്ഞാലേ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ അത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സാലറി കൊടുത്തു. അപ്പൊ സാലറി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് എക്സ്പെൻസ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതേപോലെ തന്നെ കമ്മീഷൻ കിട്ടി, അപ്പൊ കമ്മീഷൻ റിസീവ്ഡ് എന്താണ്? അത് ഇൻകം ആണ്. ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ലയബിലിറ്റി ആണ്. നമ്മുടെ പ്ലാന്റ്, ബിസിനസിന്റെ പ്ലാന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ അസറ്റ് ആണ്. ലാൻഡ് എന്താണ്? അത് അസറ്റ് ആണ്. കാർ എന്താണ്? അത് അസറ്റ് ആണ്. കമ്മീഷൻ കൊടുത്തു, അതെന്താണ്? എക്സ്പെൻസ് ആണ്. എന്നിങ്ങനെ കൃത്യമായിട്ട് നമുക്കത് പറയാൻ കഴിയണം. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലോ ഉണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ലോ എന്ന് പറയും. അതായത് നമ്മൾ എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഈ 4 കേസിലും നമുക്ക് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നെങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവും. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. അതെന്താണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ആദ്യം അതിനകത്ത് വരുന്ന 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ആ അക്കൗണ്ടുകൾ അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ എന്നുള്ളത് നോക്കണം. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനിക്കുന്നത്. അപ്പൊ അതെങ്ങനെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ അസറ്റിന്റെ കേസാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അസറ്റിന്റെ കേസിൽ എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. എപ്പോഴും നമുക്കത് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾ എത്ര കാലം അക്കൗണ്ടൻസി പഠിക്കുകയാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള സ്വത്താണ് അല്ലെ. ഈ സ്വത്ത്, അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒന്നെങ്കിൽ അതിന്റെ വില കൂടുക, അതല്ലെങ്കിൽ അതിന്റെ വില കുറയുക. ഇതാണല്ലോ സംഭവിക്കുക നമ്മുടെ ബിസിനസ്സിൽ. അതായത് നമ്മുടെ ഒരു അസറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അസറ്റിന്റെ വാല്യൂ കൂടും. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ അസറ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അസറ്റിന്റെ വാല്യൂ കുറയും. ഇനി അതല്ല, അസറ്റ് കേടുപാട് വന്നു പോയാലും അസറ്റിന്റെ
വാല്യൂ കുറയാം. ഇനി അസറ്റ് മോഷണം പോയാലും അസറ്റിന്റെ വാല്യൂ കുറയാം. അതായത് ഒന്നെങ്കിൽ അസറ്റിന്റെ വാല്യൂ കൂടുക, അതല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ കുറയുക. ഈ രണ്ട് ഇടപാടുകളാണ് സാധാരണ അസറ്റുമായി ബന്ധപ്പെട്ട് നടക്കുക. അസറ്റ് എന്നല്ല, ഈ പറയുന്ന എല്ലാ അക്കൗണ്ട്സിലും വാല്യൂ കൂടുക, വാല്യൂ കുറയുക, ഇത് രണ്ടുമാണ് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ളത്. അപ്പൊ വാല്യൂ കൂടുകയാണോ വാല്യൂ കുറയാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇതിനാണല്ലോ. അപ്പൊ അസറ്റിന്റെ കേസിൽ വരുന്നത് അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ എന്താണ് ചെയ്യുക? ഡെബിറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആണ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ചെറിയ കാര്യം മാത്രം ഈ ഒരു അസറ്റിന്റെ കേസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നന്നായി കണക്ട് ചെയ്ത് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അസറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ഡെബിറ്റ്, അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ക്രെഡിറ്റ്. ക്ലിയറാണല്ലോ? അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ഡെബിറ്റ് ആയിരിക്കും, അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താ? ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും വരിക? ലയബിലിറ്റിന്റെ വാല്യൂ കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ക്രെഡിറ്റും ലയബിലിറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ഡെബിറ്റും ആയിരിക്കും. അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ആണെങ്കിൽ ലയബിലിറ്റി കുറയുമ്പോഴാണ് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ആണ്, ലയബിലിറ്റി കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യം നിങ്ങൾ അസറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനെ കണക്ട് ചെയ്ത് നമുക്ക് നാലും പറയാൻ പറ്റും. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്. ഇതേപോലെ തന്നെ എക്സ്പെൻസും അസറ്റും ഒരേ എഫക്റ്റ് ആണ്. എക്സ്പെൻസും അസറ്റും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് അല്ലേ? അപ്പൊ എക്സ്പെൻസ് കൂടുമ്പോഴും നമ്മൾ എന്തെന്നെ ചെയ്യുന്നത്? ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഇനി എക്സ്പെൻസ് കുറയുമ്പോഴോ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അല്ല, ഇത് എന്താണ് എന്നുള്ളത് ഞാൻ ജേണൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെക്കുക. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്. ലയബിലിറ്റി നേരെ ഓപ്പോസിറ്റ് ആണ്. ലയബിലിറ്റി കൂടുമ്പോൾ ഡെബിറ്റ്, ലയബിലിറ്റി കുറയുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്. എക്സ്പെൻസ് അസറ്റിന് അതേപോലെ തന്നെയാണ്. എക്സ്പെൻസ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റും, എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റുമാണ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി ഇൻകവും ലയബിലിറ്റിയും ഒരേപോലെയാണ് വരിക. ഇൻകം നമ്മൾ കൂടുമ്പോൾ ക്രെഡിറ്റും, ഇൻകം കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റുമാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നാലെണ്ണം കൂടുക കുറയുക, ഇതിന്റെ എഫക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ തീരുമാനിക്കുന്നത്. നാലിനും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എന്നും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് ലോ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നമ്മൾ കൃത്യമായിട്ട് ജേണൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തായാലും പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് ലോ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള പറയാൻ പോകുന്നത്. നമ്മളുടെ ആദ്യത്തെ ട്രാൻസാക്ഷൻ, രാജു കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹50,000. 50,000 രൂപയ്ക്ക് രാജു എന്ന് പറയുന്ന ആള് ബിസിനസ് തുടങ്ങി. ഓക്കെ ആണല്ലോ? ഇതാണ് ട്രാൻസാക്ഷൻ. രാജു കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹50,000. 50,000 രൂപയ്ക്ക് രാജു എന്ന് പറയുന്ന ആള് ബിസിനസ് തുടങ്ങി. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ജേണൽ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യണം. ജേണൽ ബുക്കിനകത്ത് നമ്മളത് ജേണൽ എൻട്രി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. ഇവരാണ് പറഞ്ഞത് ജേണൽ ബുക്കിനകത്ത് നമ്മളത് ജേണൽ എൻട്രി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. ഇത് എങ്ങനെയാണ് ജേണൽ ബുക്കിനകത്ത് എഴുതുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എഴുതണമെങ്കിൽ അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്നും 2 അക്കൗണ്ടുകൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അക്കൗണ്ട്സിലെ വാല്യൂവിൽ മാറ്റം വരുന്ന 2 അക്കൗണ്ടുകൾ അതിനകത്തുണ്ട്. ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കിയേക്കാം. രാജു കമൻസ്ഡ് ബിസിനസ്. രാജു എന്ന് പറയുന്ന ആള് ബിസിനസ് തുടങ്ങി 50,000 രൂപ കൊടുത്തിട്ട്. ആ ബിസിനസ്സിലെ അക്കൗണ്ടന്റ് ആണ് നമ്മൾ അങ്ങനെ തന്നെ. നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ. നമ്മൾ അക്കൗണ്ടന്റ് ആണ്, നമ്മളെന്തല്ല ഓണർ അല്ല. അതാണ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്യാൻ. നമ്മൾ ഇവിടുത്തെ അക്കൗണ്ടന്റ് മാത്രമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജു എന്ന് പറയുന്ന ഒരു ഓണർ വരുന്നു. ഈ ഓണർ നമ്മുടെ ബിസിനസ്സിലേക്ക് 50,000 രൂപ മുടക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു പുതിയ ബാധ്യത വന്നില്ലേ? കാരണം ഈ 50,000 നമ്മൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം? ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ബിസിനസ് എപ്പോഴാണോ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പൊ തിരിച്ചു കൊടുക്കണം, നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അതിനകത്ത് വന്നു. ആദ്യത്തെ അക്കൗണ്ട് ക്യാപിറ്റൽ. നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് അതാണ്. അതിനകത്ത് ഒരു അക്കൗണ്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുക. 2 അക്കൗണ്ടുകൾ ഉണ്ടാവും. ആദ്യത്തെ അക്കൗണ്ട് ക്യാപിറ്റൽ. ഈ രണ്ടാമത്തതോ
50,000 രൂപ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരില്ലേ? അപ്പൊ രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് എന്ന് പറയുന്നത് രണ്ടാമത്തെ അക്കൗണ്ട്. അപ്പൊ രണ്ട് അക്കൗണ്ടുകൾ നമ്മൾ ഇന്ന് ഫൈൽ ചെയ്തു. ഒന്ന് ക്യാപിറ്റൽ, രണ്ട് ക്യാഷ്. ഇനി നോക്കേണ്ടത് ഇത് രണ്ടും ഏത് കാറ്റഗറിയിൽ വരുന്ന അക്കൗണ്ടുകളാണെന്നുള്ളതാണ്. ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ നമ്മുടെ ലയബിലിറ്റി ആണ് അല്ലെ? ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ക്യാഷ് ആണെങ്കിലോ ക്യാഷ് നമ്മുടെ അസറ്റ് അക്കൗണ്ട് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന അക്കൗണ്ടുകളാണ് എന്നുള്ളത് നോക്കുക. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ അക്കൗണ്ടുകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടുകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക? അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനമാകുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ കിട്ടി. ഒന്നാമത്തെ അക്കൗണ്ട് ക്യാപിറ്റൽ, രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ്. ഒന്ന് ലയബിലിറ്റി ആണ്, ഒന്ന് അസറ്റ് ആണ്. അപ്പോ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? രാജു എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ ബിസിനസ്സിലേക്ക് 50,000 രൂപ മുടക്കുമ്പോൾ നമുക്ക് 50,000 രൂപയുടെ ലയബിലിറ്റി പുതിയത് വന്നു അല്ലെ? അതുവരെ നമുക്ക് രാജുവുമായിട്ട് യാതൊരുവിധ ലയബിലിറ്റി ഇല്ല. നമ്മൾ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടത്, ബിസിനസ്സിന് അതുവരെ യാതൊരുവിധ ലയബിലിറ്റി ഇല്ല. രാജു 50,000 രൂപ ബിസിനസ്സിലേക്ക് മുടക്കുന്നതോട് കൂടി നമുക്ക് 50,000 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ടായി, ബാധ്യത ഉണ്ടായി. സോ നമ്മുടെ ബാധ്യത കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ലയബിലിറ്റി കൂടി. ക്യാപിറ്റൽ ലയബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി കൂടുകയാണ്. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ആ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ആ അക്കൗണ്ടിന് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ക്രെഡിറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞത് ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? ഇനി ക്യാഷ് അക്കൗണ്ടിൽ എന്താ സംഭവിക്കുന്നത്? ബിസിനസ്സിലേക്ക് രാജു എന്ന് പറയുന്ന ഓണർ 50,000 രൂപ കൊടുത്ത് നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 50,000 രൂപയുടെ ക്യാഷ് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് കൂടല്ലേ? നമ്മുടെ കയ്യിൽ അതുവരെ 0 ബാലൻസ് ആയിരുന്നു ക്യാഷ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ 50,000 രൂപ ക്യാഷ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. അസറ്റ് കൂടുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഈ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് എങ്ങനെയാണ്? ബൈ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെ നമ്മൾ ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. താഴെ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് എഴുതാം. അതാണ് നമ്മൾ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ്. അപ്പൊ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ മുകളിൽ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? എപ്പോഴും ഡെബിറ്റ് ചെയ്യുന്നതാണ് മുകളിൽ എഴുതേണ്ടത്. ബൈ എന്ന് പറഞ്ഞിട്ട് ഏത് അക്കൗണ്ടാണോ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് അത് എഴുതാം. ഇവിടെ നമ്മൾ ബൈ ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ, ഡെബ്റ്റർ എന്നുള്ള ഷോർട്ടായിട്ട് DR നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഡെബ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെയാണ് ജേണൽ എൻട്രി ഫോം ചെയ്യുന്നത്. ഈ ജേണലിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? നമ്മൾ അതിന് രണ്ട് അക്കൗണ്ടുകൾ ഫൈൻഡ് ചെയ്യാം. അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളത് നോക്കുക. ആ ഗ്രൂപ്പിൽ എന്ത് മാറ്റമാണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കുക. ഒരു അക്കൗണ്ട് ഡെബിറ്റും ഒരു അക്കൗണ്ട് ക്രെഡിറ്റും ആയിരിക്കും. ഡെബിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ബൈ എന്ന് പറഞ്ഞു എഴുതാം, ക്രെഡിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ടു എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ ആണല്ലോ? വേറെ ട്രാൻസാക്ഷൻ കൂടെ നമുക്ക് നോക്കിയേക്കാം. ഇപ്പൊ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യണം അല്ലെ? പർച്ചേസിന് ഗുഡ്സ് ഫോർ റുപ്പീസ് 7,000. 7,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്തല്ലോ. അപ്പൊ ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പർച്ചേസ് എന്ന് പറഞ്ഞ എന്താണ്? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ അക്കൗണ്ട് പർച്ചേസ്. രണ്ടാമത്തെ അക്കൗണ്ട് നമ്മൾ 7,000 രൂപ കൊടുത്തിട്ടല്ലേ പർച്ചേസ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പൊ രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. രണ്ട് അക്കൗണ്ടുകൾ കിട്ടിയല്ലോ. ഒന്ന് പർച്ചേസ് അക്കൗണ്ട്, രണ്ട് ക്യാഷ് അക്കൗണ്ട്. ഇനി ഈ രണ്ട് അക്കൗണ്ടുകളുടെ പ്രത്യേകതകൾ നോക്കുക. ഫസ്റ്റ് വൺ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്, നമുക്ക് ചെലവല്ലേ? അപ്പൊ എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അസറ്റ് അക്കൗണ്ട് ആണ്. ഇനി എന്ത് മാറ്റമാണ് സംഭവിക്കുക? പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ട് കൂടുകയാണോ കുറയാണോ? അതായത് ഇതുവരെ നമ്മുടെ പർച്ചേസിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് പർച്ചേസ് എന്ന് പറയുന്ന പുതിയൊരു എക്സ്പെൻസ് വരികയാണ്. സോ പർച്ചേസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടുകയാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ? ഇപ്പൊ ഇവിടെ പർച്ചേസ് അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്ലിയറാണല്ലോ? പർച്ചേസ് കൂടുകയാണ്, അപ്പൊ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. രണ്ടാമത് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ക്യാഷ് അക്കൗണ്ടിൽ എന്ത് മാറ്റം സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് നമ്മൾ പൈസ പോവല്ലേ, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് കുറയും. അതായത് അസറ്റ് കുറയും. അസറ്റ് കുറയുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും വരിക? ബൈ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്.
അപ്പൊ ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്ന്, നമുക്ക് കിട്ടുന്ന അക്കൗണ്ട്സുകൾ അസെറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു വെക്കേണ്ടത്. അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ അസറ്റിൽ കൂടുമ്പോഴും അസറ്റ് കുറയുമ്പോഴും എങ്ങനെയാണ്, ലയബിലിറ്റി കൂടുമ്പോഴും കുറയുമ്പോഴും എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത് എന്നുള്ള ആ ഒരു നിയമവും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.